മനോഹരമായ ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിലൂടെ രണ്ടുപേർ ഒരുമിച്ച് സംസാരിച്ച് നടന്നു പോവുകയാണ്. ഒന്നാമൻ പറഞ്ഞു, എത്ര വൃത്തികെട്ടതാണല്ലേ ഈ സ്ഥലം. ഓരോ ചെടിയുടെ അടിയിലും ഇട്ടിരിക്കുന്ന ചാണകവും വളവും എന്തൊരു നാറ്റം. കൊഴിഞ്ഞു വീണ പൂക്കളും വാടിയ ഇലകളും ഈ പൂന്തോട്ടത്തെ വൃത്തികേടാക്കിയിരിക്കുന്നു. റോസാച്ചെടിയിലാണെങ്കിൽ ഇത്തിരി പൂക്കളും നിറയെ മുള്ളുകളുമാണ്. അത് വെട്ടിയൊരുക്കാൻ പോലും ഇവിടെ ആരുമില്ല. എന്നാൽ രണ്ടാമത്തവൻ്റെ കാഴ്ചപ്പാടും മനോഭാവവും മറ്റൊന്നായിരുന്നു. അവൻ പറഞ്ഞു, എന്ത് സുന്ദരമാണ് ഈ പൂന്തോട്ടം. ഓരോ ചെടിയിലും വിരിഞ്ഞു നിൽക്കുന്ന ആ പൂവിൻ്റെ സൗന്ദര്യവും ആ പൂവിൽ നിന്ന് വളരുന്ന സൗരഭ്യവും നമ്മുടെ മനസ്സിനെ കൂടുതൽ സന്തോഷമുള്ളതാക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മനോഭാവമാണ് അവൻ്റെ ജീവിതം സുന്ദരമാക്കുന്നത്. പുഷ്പങ്ങൾ നിറയുള്ള ചെടിയിൽ മുള്ളുകൾ ഉണ്ടാകും. അതിന് ചാണകമിടും, വളമിടും, വെള്ളമൊഴിക്കും. കൊഴിഞ്ഞ പൂവുകളും വാടിയിലകളും ഒക്കെ ഉണ്ടാകും. അപ്പോഴും വിരിഞ്ഞു നിൽക്കുന്ന ആ പൂക്കളുടെ സൗന്ദര്യവും അതിൽ നിന്ന് പടരുന്ന സുഗന്ധവും ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതമെന്ന മലർവാടി കൂടുതൽ സുന്ദരമായി തീരുന്നത്. തെറ്റുതിരുത്തുകളുടെ ആവേശതകൾക്കപ്പുറം സുന്ദരമായ ഒരു ലോകമുണ്ട്. തെറ്റുതിരുത്തുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും അപ്പുറം ജീവിതമെന്ന മലർവാടിയിൽ മനുഷ്യനാകുന്ന പൂക്കളിലെ നന്മയും സ്നേഹവും അനുകമ്പയും കരുണയും ഒക്കെ പരസ്പരം തിരിച്ചറിഞ്ഞ് പെരുമാറുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരമായി തീരുന്നത്. അതിന് നമ്മുടെ മനോഭാവങ്ങൾ മാറണം. ഈ നോമ്പുകാലത്ത് മഹത്തരങ്ങളായ മനോഭാവങ്ങളെ സ്വായത്തമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. സ്തുതിയായിരിക്കട്ടെ.